Assalamualaikum. Welcome back to a new video. ഞങ്ങൾ ഇന്നിവിടെ ഒരു ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീൻ ബൂസ്റ്റ് ചാലഞ്ച് ആണ് സംഭവം. കുറച്ച് പേർക്കെങ്കിലും ആ ചാലഞ്ച് എന്താണെന്ന് അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. ഇതുപോലത്തെ ഒരു പാക്കറ്റിൽ കുറെ കാൻഡീസ് കൊടുത്തിട്ടുള്ള ഒരു പാക്കറ്റ് ഉണ്ടാവും. അതിൽ ഒത്തിരി ഫ്ലേവേഴ്സ് ഉണ്ടാവും. എല്ലാം ഈ രണ്ടെണ്ണം വെച്ചിട്ട് എനിക്ക് ഉണ്ടാവാം. ഒന്ന് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നോർമൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കാൻഡീസ് ആയിരിക്കും. മറ്റൊന്ന് ഭയങ്കര വൃത്തികെട്ട ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ട ടേസ്റ്റ് ആണ് അതിനകത്ത് ഉള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലുള്ള സാധനം അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ ഉള്ളത്. പിന്നെ എന്താ പറയാ, നിങ്ങൾ എന്താ പറയാ വിചാരിക്കാത്ത കുറെ ഐറ്റംസ് വരെ ഉണ്ട്. നമ്മുടെ സോക്സിലെ ഇട്ട് നാറിയ സോക്സ് അങ്ങനത്തെ ഫ്ലേവർ വരെ ആ മുട്ടായി ഉണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങള് ഇങ്ങനത്തെ ഒരു ചലഞ്ച് വീഡിയോസ് യൂട്യൂബിൽ കണ്ടുവരുന്നുണ്ടായിരുന്നു. ഞാനും കുട്ടികളൊക്കെ ഒന്നിച്ചിരുന്നിട്ടാണ് ഈ ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത്. അതില് എന്താ ശരിക്കും എന്ന് പറഞ്ഞാൽ അത് ബീൻ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡില് അവർ ചെയ്യുന്ന ആ ഒരു കാൻഡീസ് വെച്ചിട്ടാണ് അവർ ആ ഒരു ചലഞ്ച് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ അതല്ല, നമ്മള് ജെല്ലി ബീൻ എന്ന് പറഞ്ഞൊരു കാൻഡീസ് വെച്ചിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു കാൻഡീസ് എന്ന് പറയുന്നത് ഭയങ്കര കഴിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ്. വലിയ ആളുകൾ അത് കഴിച്ചിട്ട് വല്ലാത്തൊരു എക്സ്പ്രഷനും പിന്നെ എന്താ പറയാ വോമിറ്റിംഗ് ടെൻഡൻസി വരെ വരുന്നുണ്ട് അവർക്ക്. അപ്പൊ അത്രയും പ്രശ്നമുള്ള ഒരു ചോക്ലേറ്റ് ആയത് അല്ലെങ്കിൽ ഒരു കാൻഡീസ് ആയത് കാരണം കുട്ടികൾക്ക് നമുക്ക് എന്തായാലും അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത് അതേ സാധനം നമ്മൾ പറഞ്ഞില്ല, പക്ഷെ അവർക്ക് അറിയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലത്തെ അല്ലെങ്കിലും ഇതിലും ഒത്തിരി ഫ്ലേവേഴ്സ് ഉണ്ട്. പക്ഷെ വേറെ കുറെ ഫ്ലേവേഴ്സ് ആണ്. ആപ്പിൾ, സ്ട്രോബെറി, പിന്നെ കാരമൽ, പിന്നെ എന്താ പറയാ പിയേഴ്സ്, കോക്കനട്ട്, കോള, അങ്ങനത്തെ കുറച്ച് ഫ്ലേവേഴ്സ് ആണ് ഇതിലുള്ളത്. കണ്ടു കഴിഞ്ഞാലൊക്കെ സെയിം ഏതാണ്ട് അതുപോലെ തന്നെ ഉണ്ടാവും. ഞങ്ങളിതിപ്പോ ലുലുവിലൊക്കെ ഒത്തിരി മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ലുലുവിനാണ് ഈ സാധനം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഇത് അറിയില്ല. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത് ചലഞ്ച് വീഡിയോ തന്നെയാണ്. പക്ഷെ ഞാൻ അതിനിടയിൽ ഒരു ചെറിയൊരു ടെസ്റ്റ് പോലെ ഒരു പ്രാങ്ക് വീഡിയോ ആക്കാന്ന് വിചാരിക്കുന്നത്. പ്രാങ്ക് വീഡിയോ ആക്കാന്ന് പറഞ്ഞതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ രണ്ടും ഭയങ്കര ഡ്രാമ ക്യൂൻസ് ആണ്. ആ ഒരു വീഡിയോ ഓൾറെഡി കണ്ട് മനസ്സിൽ കുറെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഇതെന്നുള്ള രീതിയിൽ ഇനിയിപ്പോ ഇത് എത്ര സ്വീറ്റ് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോ ഭയങ്കര കുറെ ആക്ഷൻസ് ഒക്കെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്റെ ഒരു പ്രതീക്ഷയാണ് അങ്ങനെ കാണിക്കും. കാരണം ചെറിയൊരു കാലത്ത് വരെ നല്ല നാടകം കളിക്കുന്ന ടീംസാണ് രണ്ടും. അപ്പൊ ഈ ഒരു ഇതിലും അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പ്രഷൻസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന് ഇറങ്ങുന്നത്. ഇനിയിപ്പോ അവരല്ല ഞാനാണ് പ്രാങ്ക് ആവാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. ചിലപ്പോ അവർ നോർമലായിട്ട് ഇത് കഴിച്ചിട്ട് ഒറിജിനൽ ടേസ്റ്റ് ആയിട്ടുള്ളത് അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് അറിയില്ല. അപ്പൊ എത്രത്തോളം ഇത് സക്സസ് ആവുന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം, അല്ലെങ്കിൽ അവരോട് ആ ചലഞ്ച് ചെയ്ത് നോക്കാം. ഇത് ഞാൻ അവരറിയാണ്ട് ഞാനപ്പോ അവര് പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ഡ്രസ് ചെയ്യാൻ കയറുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു ഇൻട്രോ ആണ്. അപ്പൊ അവരുടെ കൂടെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഇൻട്രോ ചെയ്യുന്നതായിരിക്കും. കാരണം അവർക്ക് അറിയില്ല, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഫസ്റ്റ് ഒരു ഇൻട്രോ അത് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് നോക്കാട്ടോ എന്താണ് സംഭവം എന്നുള്ളത് കണ്ടിട്ട് പറയാം. ഹലോ, അസ്സലാമു അലൈക്കും. Welcome to our new video. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചലഞ്ച് ആണ്. അത് എന്ത് ചലഞ്ച് ആണോ? Bean Boost Challenge. Yes, Bean Boost Challenge. Yes, challenge. കാൻഡീസിന്റെ ഒരു ചലഞ്ച് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഐറ്റം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒത്തിരി പേര് ഈ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ വീഡിയോസ് ഞങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങള് ഇൻസ്പയർ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചതാണ്. അപ്പൊ നമ്മള് ഈ ഒരു ചലഞ്ചിലേക്ക് ഇന്ന് ഞാനില്ല കേട്ടോ, ഇന്ന് ഇവർ രണ്ടുപേരും തമ്മിലാണ്. ആയിക്കോട്ടെ, പോയിന്റ്സ് മാത്രം ഞാൻ തരാം. ചലഞ്ച് ചെയ്തത് അരുമോളും അസ്രമോളും. ഓക്കെ, അപ്പൊ നമ്മള് ഇത് നോക്കാം അല്ലേ? ഈ കൊതിയൊക്കെ കഴിക്കുമ്പോഴും കാണുന്നുണ്ടാ. നോക്കിയാണ്. ഓക്കെ, ഞാനിത് ഈ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് ഇതിന്റെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഇതില് രണ്ട് കളേഴ്സ് വെച്ചിട്ട് എല്ലാത്തിന്റെ ഫ്ലേവേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് ഒരെണ്ണം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ഒരെണ്ണം ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. അപ്പൊ ലക്ക് ഉള്ളവർക്ക് സ്വീറ്റ് ആയിട്ടുള്ളത് കിട്ടും, അല്ലാത്ത ആൾക്ക് മറ്റത് കിട്ടും. അപ്പൊ ഇതാണ് അങ്ങനൊന്നുമില്ല. ഇത് ആരാണ് നന്നായിട്ട് കഴിക്കുക അത് നോക്കാം നമുക്ക്. ഇതിൽ സംഭവം ഇനി ഒരുപാട് ഉണ്ട്, പക്ഷെ ഒത്തിരി നമ്മൾ എടുക്കുന്നില്ല. ഇതിനെ കൊണ്ട് അത് കഴിക്കാൻ പറ്റും തോന്നുന്നില്ല.
ഉണ്ടായിരുന്നു അയാൾ കഴിക്കുമ്പോ എന്തൊക്കെ ടേസ്റ്റ് ആയിരുന്നു ആ ചോക്ലേറ്റ് മീനിന്റെ അല്ലേ മുട്ട കരിഞ്ഞു പോയതല്ല മുട്ട ചീഞ്ഞു പോയത് മുട്ട ചീഞ്ഞത് മീന് ചീത്ത മീനിന്റെ അല്ലേ ടൂത്ത് പേസ്റ്റിന്റെ ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഇവർക്ക് ഏതാ കിട്ടണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ ഒരു പ്ലേറ്റില് കാൻഡീസ് ഫുള്ള് പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഒരുപാടില്ല, അതില് പാതി ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവർ ചിലപ്പോ വോമിറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താന്ന് വെച്ചാല് അരുമോട് ഇവിടെ വോമിറ്റ് ചെയ്തിട്ടാ. എങ്ങനെയെങ്കിലും പിടിച്ച് കഴിക്കാൻ നോക്കണം. രണ്ടാൾക്കും 2 കപ്പിലും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കരമാണെങ്കിൽ പക്ഷെ വെള്ളം കുടിക്കാതെ മാക്സിമം നിങ്ങൾ നോക്കണം കേട്ടോ. വെള്ളം കുടിക്കാണ്ട് ആദ്യം നോക്കണം. വെള്ളം കുടിക്കാണ്ട് നിൽക്കുന്നവർക്കാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടുക. അപ്പൊ അധികം വെള്ളം കുടിക്കാണ്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റണം. അപ്പൊ ഇതാണ് സാധനം. കാൻഡീസ് ഞാനത് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ 2 ആൾക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമ്മള് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തുടങ്ങാം. അപ്പൊ നമുക്ക് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റില് ആരെടുക്കാൻ പോകുന്നത്? ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു കുഞ്ഞൊരു ഗെയിം നോക്കാം. അതില് ഫസ്റ്റ് ആരാണോ ആ ആൾക്ക് എടുക്കാം. സ്റ്റോൺ പേപ്പർ സിസർ ആക്കിയാലോ? നമുക്ക് സ്റ്റോൺ പേപ്പർ സിസർ നോക്കിയാലോ? അത് പറ്റില്ല. തോക്കണ ആളാരെ എങ്ങനെ പറ്റും? ജയിക്കുന്ന ആള് വേണ്ടേ? ഓക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ രണ്ടുപേരും കളിച്ചു. യെസ് അത് അടിച്ചോ. ഇതുകൊണ്ടാണല്ലോ നീ തോക്കണാണ് മതി. നേരത്തെ അറിയാന്നല്ലോ. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ അച്ഛൻ പറയും ഫസ്റ്റ് ഏത് കളറാണ് നീ ചൂസ് ചെയ്യാൻ പോണേ? യെല്ലോ അല്ലെ? അപ്പൊ നമ്മള് 2 ആൾക്കും യെല്ലോ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. ആയിരം യെല്ലോ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നിച്ച് വായിലിട്ടോ. മുട്ടയാളോ? എന്ത് മുട്ടയാണ്? ഓക്കെ ടേസ്റ്റി ആണോ അതോ വിയേർഡ് ടേസ്റ്റ് ആണോ? എന്താ സംഭവം? നല്ല ടേസ്റ്റ് ആണ്. ചിലപ്പോ ലക്ക് ആയതുകൊണ്ട് ഫസ്റ്റിൽ ഇവർക്ക് നല്ലത് കിട്ടിയായിരിക്കും. ചിലപ്പോ ഇനിയത് ഭയങ്കര വൃത്തിപ്പെട്ട ടേസ്റ്റ് ഒക്കെ ആയിട്ട് അല്ല. ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഐറിന് കൊടുക്കാൻ ചാൻസ്. ഏത് കളറാണ് ഐറ് ഫസ്റ്റ് ചൂസ് ചെയ്യാൻ പോകുന്നത്? ഐറ് ഗ്രീനാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ നിനക്ക് ഗ്രീൻ കൈ കാണിക്കും. ഓക്കെ ഗ്രീൻ ഗ്രീൻ തുടങ്ങിക്കോ. ഇത് അടിപൊളി എന്തോ കാൻഡീസ് ഞാൻ അടിപൊളി കളർ ചൂസ് ചെയ്ത് നോക്കി കൊണ്ടാണ് ഭാഗ്യം. പിന്നെന്താ വെച്ച് ചെറിയ ടേസ്റ്റ് ഉള്ളൂ. ഓക്കെ അത് നമുക്ക് വിട്ടുകളയാം, പ്രശ്നമില്ല. നമുക്ക് നെക്സ്റ്റ് നോക്കാം അല്ലേ? അപ്പൊ ആർക്കാണ് ഏറ്റവും വൃത്തികെട്ട ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല. 2 കളർ നമ്മൾ എടുത്തു കഴിഞ്ഞു. പക്ഷെ അയ്യൊരു രണ്ടാമത് എടുത്തത് കുറച്ചൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ പറയാനുണ്ട്. ആദ്യത്തത് ഭയങ്കര സ്വീറ്റ് എന്നൊക്കെ പറയാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് ഏത് കളർ നെക്സ്റ്റ് ചൂസ് ചെയ്യാൻ പോകുന്നത്? മെറൂണോ? മെറൂൺ നമുക്കിപ്പോ ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന് ഒരെണ്ണം കൂടി എടുക്കാം കേട്ടോ. മെറൂൺ ഉണ്ടോന്ന് നോക്കട്ടെ. ഓക്കെ മെറൂൺ കിട്ടിയിട്ടുണ്ട്, പ്രശ്നമില്ല. ഓക്കെ മെറൂൺ ഉണ്ട്, 2 മെറൂൺ. എക്സാക്ട് മെറൂൺ ഒന്നേ ഉള്ളല്ലോ.
ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. മെറൂൺ വേറെ റെഡ് ആക്കിയല്ലോ. ഓക്കെ റെഡ് അസ്രൂന് റെഡ് ആയിരുന്നു നോക്കാം. അപ്പൊ അസ്രൂനായിട്ട് ഇപ്രാവശ്യം കൈപ്പുള്ള കിട്ടിയിട്ട് മുഖം അച്ഛനില്ലല്ലേ ചെയ്യോ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? അത് ഒരാൾക്ക് ചിലപ്പോ നല്ലത് കിട്ടിയിട്ടുണ്ടാവും. ഒരാൾക്ക് ഓക്കെ അപ്പൊ ഇപ്രാവശ്യം ഇനി നമുക്ക് ഞാൻ ചൂസ് ചെയ്തോളൂ. ഇത്രയും നേരം ഇവർ രണ്ടാളും അവരുടെ ഇഷ്ടമുള്ള കളേഴ്സും ഫ്ലേവേഴ്സും ഒക്കെ നോക്കിയിട്ട് ഒരു ഐഡിയ വെച്ച് എടുത്തതാണ്. അതെന്താ ഒരു പ്രാവശ്യം ചൂസ് ചെയ്യാം. നിങ്ങൾ കളത്തരം കാണിക്കേണ്ടതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നും കിട്ടില്ലല്ലോ, ഫുൾ സ്വീറ്റ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം എനിക്ക് ബ്രൗൺ എടുത്ത് നോക്കാം. ബ്രൗൺ ആവുമ്പോ ഫസ്റ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കര കൈപ്പുള്ള സാധനമാണെന്ന് തോന്നുന്നത്. ബ്രൗൺ കളർ അതിൽ പറയുന്ന പുളിമുട്ടായുടെ ഫ്ലേവർ. ഓക്കെ അപ്പൊ നമുക്ക് ഈ ബ്രൗൺ കളർ ടെസ്റ്റ് ചെയ്യാം. അങ്ങോട്ട് നോക്കിക്കോ. എന്ത് വെച്ച് രണ്ടാളും തുപ്പിയല്ലോ? വെള്ളമൊക്കെ കുടിക്കണ്ടല്ലോ. അപ്പൊ അതെന്ത് ഫ്ലേവറാണ്? ബ്രൗണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മള് ഭയങ്കര പറച്ചിലാണ്. നോക്കട്ടെ എന്ത് സംഭവം. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പാൽ ഫ്ലേവർ ആണോ? ഭയങ്കര പാൽ ഫ്ലേവർ. ഇത് പറഞ്ഞത് സത്യം. അവർ രണ്ടാൾക്കും ബ്രൗൺ ഭയങ്കര വൃത്തികെട്ട ഫ്ലേവർ ആണോ കിട്ടിയിട്ടുള്ളത്? ഡാർക്ക് ഗ്രീൻ ആണ് ഫസ്റ്റ് എടുത്തത്. ലൈറ്റ് ഗ്രീൻ ആണ്. ഓക്കെ കണ്ടിട്ട് നമുക്കൊരു ഗ്രേപ്സ് പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വാലിട്ടോ വാലിട്ടോ ഫുൾ ഇടണം. വാലി ഫുൾ ഇടണം. ചോക്കി ചോക്കി അപ്പൊ ശരിക്കും ഇതിപ്പോ എന്താ ടേസ്റ്റ്? എനിക്ക് അറിയില്ല. എനിക്ക് എന്താ കിട്ടുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് അല്ലെ? അപ്പൊ അത് ശരിയായില്ല. അപ്പൊ ഇനി ഞാൻ തന്നെ രണ്ടെണ്ണം വീണ്ടും നോക്കാം. എനിക്കറിയില്ലല്ലോ, ഞാൻ കഴിച്ചൊന്നും നോക്കിയിട്ടില്ലല്ലോ. എന്നാലും നോക്കാം. ഇതൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് കളേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അസ്രൂന് നമ്മള് തട്ടിലാണ്. പക്ഷെ വരട്ടോ ഫുള്ള് വരട്ടോ ഫുള്ള് വരട്ടോ. ഓക്കെ നോക്കട്ടെ. ഭയങ്കര സ്പൈസി ഉള്ളതാണ് അസ്രൂന് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര സ്പൈസി ആണ് അസ്രു. ഒന്നുകൂടെ നോക്കിയേ. ഒന്ന് വരട്ട് നോക്ക്. പച്ചമുണ്ടോ നോക്കിയൊക്കെ. ശരിക്കും പുകയുന്നുണ്ട്. നല്ല രീതിയാണോ? ഓക്കെ അപ്പൊ അയറിന് നല്ലത് കിട്ടിയിട്ടുണ്ട്. പോയി ചീഞ്ഞ മുട്ടയുടെ അതുകൊണ്ട് കിട്ടിയിട്ടുള്ളത്. ചീഞ്ഞ മുട്ട കഴിച്ചിട്ടുണ്ടോ? മണത്ത് നോക്കിയിട്ടുണ്ടോ? അല്ല അപ്പൊ ഇതൊക്കെ എങ്ങനെ മനസ്സിലായത് ചീഞ്ഞ മുട്ടയാണെന്ന്? ചീഞ്ഞ മുട്ടയുടെ ടേസ്റ്റ് എന്താ ഈ ചീഞ്ഞ മുട്ട? അതെനിക്ക് അറിയോ? ഓക്കെ നീ ഈ ചീഞ്ഞ മുട്ട എന്താന്ന് പറഞ്ഞോ. എന്താ ചീഞ്ഞ മുട്ട കറക്റ്റ് അറിയില്ല. മുട്ട ചൂടാക്കാൻ വെക്കുമ്പോ കരിഞ്ഞു പോകുന്നതാണ്.
ഓക്കെ, അപ്പൊ അതിനോട് പുതിയ കണ്ടുപിടുത്തത്തിലൂടെ തൽക്കാലം ഈ ഗെയിം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവർക്ക് വീണ്ടും ഈ ചോക്ലേറ്റ് കാൻഡീസ് ഒക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കിത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇവരിന്ന് കഴിച്ചോട്ടെ അല്ലെ, എന്നിട്ട് നിങ്ങൾ തമ്മിൽ കളിച്ചോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, അവരെല്ലാം പറഞ്ഞിട്ട് അതൊന്നും ചെയ്തിട്ടില്ല. ഓവറാക്കി ചാവാക്കട്ടെ, മതി. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് പോവാം. ബൈ ബൈ എല്ലാവരും. നെക്സ്റ്റ് Bye. Like, share, and give a club, please.